ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്നാൽ മലയാളം റിയാലിറ്റി ടി വി ഷോസ്, അതിനെ കുറിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. റിയാലിറ്റി ടി വി ഷോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമുക്കറിയാലോ, ഒരു കാൻഡിഡ് ഫോട്ടോസ് എടുക്കുന്നത് പോലെ. കാൻഡിഡ് ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ ഒരാൾ പോസ്റ്റ് ചെയ്യാതെ എടുക്കുന്ന ഫോട്ടോസിനെയാണ് കാൻഡിഡ് ഫോട്ടോസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ വേർഷൻ ആണ് റിയാലിറ്റി ടി വി ഷോസ്. അത് എനിക്ക് തോന്നുന്നത് ഒരു ഡോക്യുമെന്ററീസ് നമുക്കറിയാലോ, ഡോക്യുമെന്ററീസ് ലൈക്ക് റിയൽ ലൈഫ് സിറ്റുവേഷൻസിനെ ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ റിയൽ പീപ്പിളിനെ ബേസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു ഷോനെയാണ് ഡോക്യുമെന്ററീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു നെക്സ്റ്റ് വേർഷൻ ആയിട്ടാണ് റിയാലിറ്റി ടി വി ഷോസിനെ കൺസിഡർ ചെയ്യുന്നത്. അത് ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് റിയാലിറ്റി ടി വി ഷോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എന്താണ് കാൻഡിഡ് ഫോട്ടോഗ്രാഫിയുടെ ഒരു വീഡിയോ ഫോർമാറ്റ് ആണ് റിയാലിറ്റി ടി വി ഷോസ്, അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്ററി ഷോസിന്റെ ഒരു നെക്സ്റ്റ് വേർഷൻ ആണ് റിയാലിറ്റി ടി വി ഷോസ്. അപ്പൊ മലയാളത്തില് ഒരു ബിഗ്ഗസ്റ്റ് റിയാലിറ്റി ടി വി ഷോ ആയ ബിഗ് ബോസ് മലയാളം സീസൺ 7 വിന്നറിനെ ഇന്നലെ ഡിക്ലെയർ ചെയ്തു. Congratulations to the winner. Amazing performances, amazing show, and I think the winner performed excellent and pretty well. So congratulations to the winner and all the participants and the crew and everybody else who were a part of this amazing show. So അപ്പൊ ഈ റിയാലിറ്റി ടി വി ഷോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിസ്കഷൻസ് കണ്ടു ഇതിനെ കുറിച്ചിട്ട്. അപ്പൊ എനിക്ക് തോന്നി എന്റെ കാഴ്ചപ്പാട് ഇവിടെ ഷെയർ ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ. അഗെയിൻ പറയുന്ന മലയാളത്തിലും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സോ പ്രോബ്ലംസോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. എന്റെ ബെസ്റ്റ് ആയിട്ട് ഞാൻ ഇതിനിവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കാം. ഓക്കെ. അപ്പൊ റിയാലിറ്റി ടി വി ഷോസ് എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ്. ഇത് വേൾഡ് ഓവർ എല്ലാ കൺട്രീസിലും ഒരുപാട് കൺട്രീസ് എന്റർടൈൻമെന്റ്സിൽ ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് കൺട്രീസിൽ ഉള്ളതാണ് റിയാലിറ്റി ടി വി ഷോസ്. ആൻഡ് മലയാളത്തിലും ഒരുപാട് റിയാലിറ്റി ടി വി ഷോസ് ഉണ്ട്. അപ്പൊ ഈ ബിഗ് ബോസ് എന്നത് കാണാൻ പാടില്ല, കാണണോ, അതൊക്കെ പേഴ്സണൽ ചോയ്സസ് ആണ്. ഇതൊരു എന്റർടൈൻമെന്റ് ഫോർമാറ്റ് ആണ്, ഒരു ബിസിനസ് എന്റർടൈൻമെന്റ് ഫോർമാറ്റ് ആണ്. അപ്പൊ അത് നമുക്ക് കാണണോ കാണണ്ടേ എന്നൊക്കെ ഉള്ളത് ഇൻഡിവിജ്വൽ ചോയ്സസ് ആണ്. ആഫ്റ്റർ ഓൾ ഇതൊരു വെറും ഒരു എന്റർടൈൻമെന്റ് ഷോ ആയിട്ട് കാണുന്നതാണ്. ലൈക്ക് മൂവീസ്, സീരിയൽസ് അല്ലെങ്കിൽ സീരീസ്, അതൊക്കെ പോലെ തന്നെ ഒരു എന്റർടൈൻമെന്റ് ഫോർമാറ്റ്, ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് എന്റർടൈൻമെന്റ് ഫോർമാറ്റ്. അപ്പൊ അത്രയും കാണുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എനിക്ക് എന്താണ് പഠിക്കാനുള്ളത് എന്ന് എനിക്ക് പലരും ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അതിൽ നിന്ന് എന്താണ് പഠിക്കാനുള്ളത് എന്നുള്ളത്, നമ്മൾ സ്കൂളിലും കോളേജിലും യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പോയി പഠിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ഷോസിന് ഒരു എന്റർടൈൻമെന്റ് ഫോർമാറ്റ് ആയിട്ട് കണ്ടാൽ മതി. അപ്പൊ ഇതിൽ നിന്ന് പഠിക്കാനുള്ളത് എന്താണെന്ന് പറയപ്പെടുന്നത് അതിന് ഒരു റിയാലിറ്റി ടി വി ഷോസ് ഒക്കെ ഒരുപാട് കൾച്ചറലി ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ്. എനിക്കറിയില്ല അത് എത്രമാത്രം ഫാക്ച്വൽ ആണ് എന്ന് എനിക്കറിയില്ല. പക്ഷെ വെസ്റ്റേൺ കൺട്രീസിലെല്ലാം അങ്ങനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഷോസ് ഉണ്ട്. അത് നമ്മുടെ കൺട്രിയിൽ എത്രമാത്രം നമ്മുടെ കൾച്ചറിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ കൾച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ മാത്രം പ്രോബബ്ലി ഒരു ട്രെൻഡ് ഒക്കെ കൊണ്ടുവരാൻ എനിക്ക് തോന്നുന്നത്. അപ്പൊ ഒരു ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് ഉള്ള ആളാണെങ്കിൽ അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കാം. അതല്ലാതെ കൾച്ചറൽ ഷിഫ്റ്റ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് ഇനിയിപ്പോ അത് വർഷങ്ങൾ കഴിയുന്തോറും നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതിന് എത്രമാത്രം ആളുകളെ കൾച്ചറലി ഫോർമാറ്റ് ചെയ്യാനൊക്കെ പറ്റുമെന്നുള്ളത്. അപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലെല്ലാം അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് റിയാലിറ്റി ടി വി ഷോസ്. അപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ വരുമ്പോൾ അത് എത്രമാത്രം ഫീസിബിൾ ആണ് എന്ന് അറിഞ്ഞൂടാ. ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു സൊസൈറ്റിയുടെ ഒരു ഫോർമാറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇപ്പൊ അതിന് എത്രമാത്രം കണക്ട് ചെയ്യപ്പെടുന്നു, ആ ഷോയുമായിട്ട് എത്രമാത്രം ആളുകൾക്ക് കണക്ഷൻ വരുന്നു എന്നുള്ളിടത്താണ് കൾച്ചറൽ ഇൻഫ്ലുവൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത്
ഇപ്പൊ ഒരു മെജോറിറ്റി ആളുകൾ അതിനെ ആ ഒരു ഡിസിഷനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്നൊരാളുടെ പെർഫോമൻസിനെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ, അതിനർത്ഥം അത് ആ ആൾക്ക് സോഷ്യലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ, ഒരു ഇൻഫ്ലുവൻസ് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റികൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഷോ ഞാൻ കണ്ടതിൽ വെച്ചിട്ട്, ഓക്കെ, ഞാൻ തറലി അനലൈസ് ചെയ്ത് റിസർച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ കണ്ട കുറച്ച് എപ്പിസോഡ്സ് ഇത് വെച്ചിട്ട് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സോഷ്യൽ ആക്സെപ്റ്റൻസ് അല്ലെങ്കിൽ സൊസൈറ്റി എങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരാളുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്നത്, ഏത് ഇമോഷൻസിലാണ് കണക്ട് ചെയ്യപ്പെടുന്നത്, എന്താണ് ആളുകൾക്ക് ആക്സെപ്റ്റൻസ് ആയിട്ട് തോന്നിയത് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഒരു സൊസൈറ്റിയുടെ കുറച്ചൊരു മെജോറിറ്റിയുടെ ഇൻഫ്ലുവൻസ്, ഏത് ഭാഗത്താണ് അവർക്ക് നിൽക്കാൻ താല്പര്യം, ഏതിനെയാണ് റൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഏതിനെയാണ് റോങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, എവിടെയാണ് ആളുകൾക്ക് ഒരു ഡിസ്കണക്ട് വരുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ നമുക്ക് ഇങ്ങനെയുള്ള ഷോസ്, എസ്പെഷ്യലി ഒരു വോട്ടിംഗ് റിലേറ്റഡ് ആവുമ്പോൾ ആ ഒരു സൊസൈറ്റിയുടെ കണക്ഷൻ എവിടെയാണ്, അല്ലെങ്കിൽ എന്തിനെയാണ് സൊസൈറ്റി അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെയുള്ള ഷോസിൽ നിന്ന്. ആൻഡ് ഇൻഡിവിജ്വൽ പാർട്ടിസിപ്പൻസിലേക്ക് വരികയാണെങ്കിൽ, ഇൻഡിവിജ്വൽസിന് ഞാൻ പറഞ്ഞതുപോലെ നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, എവറി ഇൻഡിവിജ്വൽ ഹാസ് ഗുഡ് ആൻഡ് ബാഡ്. ഈ ഒരു ടോപ്പിക്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ 4 years മുന്നേ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. ലൈക്ക് എല്ലാ ഹ്യൂമൻസിലും പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഷോയിൽ വരുന്ന ഓരോ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഓരോ പാർട്ടിസിപ്പൻസിലും പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഉണ്ട്. അപ്പൊ ആ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്, ഒരു പോസിറ്റീവ് എങ്ങനെ മികച്ചു നിൽക്കുന്നത് ആളുകളുമായിട്ട് കണക്ട് ആകപ്പെടുന്നു, അല്ലെങ്കിൽ നെഗറ്റീവ് മികച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആളുകളുമായിട്ട് എങ്ങനെ ഇൻഫ്ലുവൻസ് ആവുകയാണോ, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ആവാതിരിക്കണം, നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നുണ്ടോ, അങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ടാണ് ഈ ഷോ മുന്നോട്ട് പോകുന്നത് തന്നെ. അപ്പൊ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് ഇല്ലാത്തവർ ആരുമില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രോബബ്ലി പോസിറ്റിവിറ്റിയാണ് മെജോറിറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്നതെങ്കിൽ, ആ പോസിറ്റിവിറ്റി മികച്ചു നിൽക്കുന്ന ആളായിരിക്കും ആളുകളിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാൾ. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള പല വിനേഴ്സിനെ ഈ ഷോ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സൊസൈറ്റിക്ക്. ആൻഡ് അവർ ഇപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരു ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റിക്ക് ഒരു പക്ഷേ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമായിരിക്കാം എന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ മോർ ഓവർ ഇതൊരു എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾസോ ബിസിനസ് അല്ലെ. ബിസിനസ് എന്ന് പറയുമ്പോൾ അപ്പൊ ഇതിലെ പാർട്ടിസിപ്പൻസിനും അവർക്ക് അവരുടെ കരിയർ ബൂസ്റ്റ് ചെയ്യാനും അവർക്കൊരു മണി മേക്കിംഗ് പ്ലാറ്റ്ഫോമാണ്, അവരുടെ ഒരു ജോലിയാണ്, അവരുടെ ഒരു പ്രൊഫഷനാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ പാർട്ടിസിപ്പൻസിന് അവരുടെ ക്യാരക്ടറിനെയും അവരുടെ പേഴ്സണാലിറ്റിയെയും ബൂസ്റ്റ് അപ്പ് ചെയ്തിട്ട് ഒരു സൊസൈറ്റിയുമായി കണക്ട് ചെയ്തിട്ട് ഒരു ഇൻഫ്ലുവൻഷ്യൽ ഫിഗർ ആയിട്ട് മുന്നോട്ട് പോകാം. അതല്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരു ജോലി, ജസ്റ്റ് പ്രൊഫഷൻ, ഒരു 100 days ഞാൻ അവിടെ പോയി നിൽക്കുന്നു, അല്ലെങ്കിൽ കപ്പിൾ ഓഫ് ഡേയ്സ് ഞാൻ അവിടെ നിന്നിട്ട് എന്റെ പ്രൊഫഷൻ ഒന്ന് ബൂസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ഫോർമാറ്റിൽ തിങ്ക് ചെയ്തിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് എ ബിസിനസ് ഫോർ ദം. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ കണ്ടാൽ മതി, അല്ലാതെ അതിനെ വളരെ വലുതായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ എനിക്ക് തോന്നുന്നു അത് ഓട്ടോമാറ്റിക്കലി വന്നു പോകുന്നതാണ്. ആളുകൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ഇങ്ങനെ മാഗ്നറ്റ് പോലെ അട്രാക്ട് ചെയ്യപ്പെടുകയാണ്. അത് കാരണം അത് പ്രോബബ്ലി അത്രയും ഒരു എന്റർടൈൻമെന്റ് ഫാക്ടർ ഉള്ളത് കൊണ്ടായിരിക്കും. റിയാലിറ്റി ഷോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഓവർ ആളുകൾ എൻജോയ് ചെയ്യുന്ന ഒരു ഫോർമാറ്റാണ്. അപ്പൊ ദാറ്റ്സ് ഓക്കെ. അപ്പൊ അതിനങ്ങനെയായിട്ട് കണ്ടാൽ മതി. അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് പഠിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടൊന്നും അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. നിങ്ങൾക്ക് കോൺട്രഡിക്ഷൻസ് ഉണ്ടെങ്കിലും ആക്സെപ്റ്റൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാവുന്നതാണ്. യു ക്യാൻ ഷെയർ ഓൾ യുവർ സജഷൻസ്. അപ്പം ഇതാണ് എൻ്റെ ഒരു തിങ്കിങ് അബൌട്ട് ഇങ്ങനത്തെ റിയാലിറ്റി ഷോസിനെ പറ്റിയിട്ട്. പിന്നെ പലരും പറയുന്നത് കേട്ടു, വിന്നേഴ്സ് PR വെച്ചിട്ടാണ് വിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ PR ആൻഡ് മാർക്കറ്റിംഗ് ഇൻഫ്ലുവൻസിനെ പറ്റിയിട്ട് പല ഡിസ്കഷൻസും ഞാൻ കണ്ടു. PR ആൻഡ് മാർക്കറ്റിംഗ്
ഇപ്പൊ നമ്മൾ ഒരു പ്രോഡക്റ്റ്, ഒരു കമ്പനി ഒരു പ്രോഡക്റ്റിനെ ലോഞ്ച് ചെയ്യാണ്, നന്നായി പാക്ക് ചെയ്തിട്ട് അവർ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, നല്ലൊരു മാർക്കറ്റിംഗ് ആൻഡ് PR കമ്പനീനെ വെച്ചിട്ട് ഒരു പ്രോഡക്റ്റിനെ അവർ എക്സ്റ്റെൻസീവ്ലി മാർക്കറ്റ് ചെയ്തിട്ട് ആളുകളിലേക്ക് എത്തിക്കുകയാണ്. ആളുകൾ ഒരു ദിവസം വാങ്ങി ആ പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഒട്ടും കൊള്ളില്ലാത്ത പ്രോഡക്റ്റ് ആണെങ്കിൽ അവർ നെക്സ്റ്റ് ഡേ അത് വാങ്ങാൻ പോകുന്നില്ല. അത് സെയിം തിങ് ആണ് ഇതിലുള്ള ഓരോ ഓരോ പാർട്ടിസിപ്പൻസിന്റെയും സിറ്റുവേഷനും അത് തന്നെയാണ്. ഇപ്പൊ അവർ ഒരു ദിവസം തരുന്ന കണ്ടന്റ് ആളുകൾക്ക് തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ അവർ അത് റിജക്ട് ചെയ്യും. അതിന് എത്ര മാർക്കറ്റിംഗ് ആൻഡ് PR ഇൻഫ്ലുവൻസ് ഉണ്ടായാലും, ഇപ്പോ നമ്മൾ ഒരു കടയിൽ പോയിട്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നല്ല പാക്കേജിങ്, നല്ല ബ്യൂട്ടിഫുള്ളി മാർക്കറ്റഡ് പ്രോഡക്റ്റ് ആണെന്ന് വിചാരിക്കുക. അത് നമുക്ക് കിട്ടിയിട്ട് നമ്മളത് തുറന്നു നോക്കുമ്പോൾ നോട്ട് അറ്റ് ഓൾ ഗുഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾ അത് പിന്നെ പോയിട്ട് വാങ്ങില്ല. സോ ദാറ്റ് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് ദ പബ്ലിക് ഒപ്പീനിയൻ അല്ലെ. പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രോഡക്റ്റ് ഓർ സർവീസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളത് റീബൈ അല്ലെങ്കിൽ വീണ്ടും അത് പ്രോഡക്റ്റ് ഓർ സർവീസ് വാങ്ങാൻ പോവുകയുള്ളൂ. അതുപോലെ തന്നെ ഈ കോntestants നല്ല എന്റർടൈൻമെന്റ് ഫാക്ടേഴ്സ്, അതിനിപ്പോ എന്ത് ഫോർമാറ്റിലായാലും നല്ല എന്റർടൈൻമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് അത് പബ്ലിക് ആക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. അല്ലാതെ ഒരു PR അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കമ്പനി ഇരുന്നിട്ട് നല്ല കവറേജ് കൊടുത്ത് നല്ലൊരു പാക്കിംഗ് കൊടുത്ത് അതിന് ബാഡ് പ്രോഡക്റ്റിനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം ആക്സെപ്റ്റ് ചെയ്യാം, 2 ദിവസം ആക്സെപ്റ്റ് ചെയ്യാം, ഒരു 100 days ഒക്കെ ഒരു ഫാൽത്തു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത ഒരു പ്രോഡക്റ്റിന് ആരും ആക്സെപ്റ്റ് ചെയ്യാൻ തോന്നുന്നില്ല. നിങ്ങൾ ഇൻഡിവിജ്വലി ചിന്തിച്ചു നോക്കൂ, നമുക്കൊരു ദിവസം ഒരു ബാഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു നാശമായ പ്രോഡക്റ്റോ ഫുഡോ കോസ്മെറ്റിക്സോ എന്തോ ആയിക്കോട്ടെ, ഏതൊരു കമ്പനിയിലും ഈവൻ ഡിലേ വന്നാൽ പോലും നമ്മൾ ആ കമ്പനീനെ നമ്മൾക്ക് വീണ്ടും അപ്രോച്ച് ചെയ്ത് അവരുടെ നിന്ന് പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമില്ല അല്ലെ. അപ്പൊ അത് തന്നെയാണ് അതിന് എത്ര മാർക്കറ്റിംഗ് ആൻഡ് എത്ര PR ആര് ചെയ്താലും നമുക്ക് പ്രോഡക്റ്റ് നന്നായാൽ മാത്രമാണ് അത് ആളുകൾക്ക് അവർക്ക് സെല്ല് ചെയ്യുന്നവർക്ക് റീസെയിൽ വാല്യൂവും ഉള്ളൂ, ആളുകൾക്ക് റീപർച്ചേസ് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രോഡക്റ്റ് കൊടുത്താൽ മാത്രമാണ്. അതല്ലെങ്കിൽ ആർക്കും ബാഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബാഡ് സർവീസസ് അല്ലെങ്കിൽ ബാഡ് എന്റർടൈൻമെന്റ് ഫോർമാറ്റ്സിന്റെ ഭാഗമാകാൻ ആർക്കും താല്പര്യമില്ല. അപ്പൊ PR ആൻഡ് മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഗിമിക്സിലൊന്നും എനിക്ക് തോന്നുന്നില്ല മെജോറിറ്റി ഓഫ് ദ പബ്ലിക് അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇൻഫ്ലുവൻസ് ആവുന്നു. കാരണം എല്ലാവർക്കും അറിയാം, കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര അഡ്വർടൈസ്മെന്റ്സ് കണ്ടിട്ട് എത്ര പ്രോഡക്ട്സ് പോയി വാങ്ങും? 1 day വാങ്ങാം, എന്നിട്ട് ആ പ്രോഡക്റ്റ് മോശമായി കഴിഞ്ഞാൽ പിന്നെ ആരും പോയിട്ട് ആ കടയിൽ പോയിട്ടോ അല്ലെങ്കിൽ ആ കമ്പനിയുടെ പ്രോഡക്റ്റോ ആരും വാങ്ങാൻ പോകുന്നില്ല. ഇറ്റ്സ് ദ സെയിം വിത്ത് എന്റർടൈൻമെന്റ് ഓൾസോ. ഒരു ദിവസം 2 ദിവസം നമ്മൾക്ക് അത് പ്രോഡക്റ്റ് ശരിയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ 3ാമത്തെ ദിവസം നമ്മളത് പോയി വാങ്ങാൻ പോകുന്നില്ല. So PR and marketing എല്ലാം limitations ഉണ്ട്. If the product is good, it has resale value, repurchase value. Product and service bad ആണെങ്കിൽ ആരും അത് വാങ്ങാൻ പോകുന്നില്ല. In spite of നല്ല മാർക്കറ്റിംഗ്, എത്ര നല്ല മാർക്കറ്റിംഗ് ആൻഡ് എത്ര നല്ല PR ചെയ്താലും വേണ്ടില്ല, പ്രോഡക്റ്റ് ആൻഡ് സർവീസ് നന്നായാൽ മാത്രമേ PR ആൻഡ് മാർക്കറ്റിംഗ് കൊണ്ട് പ്രയോജനമുള്ളൂ. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പിന്നെന്താണ്, അപ്പൊ ഇതൊക്കെയാണ് എനിക്കിവിടെ ചർച്ച ചെയ്യണം എന്ന് തോന്നിയ കുറച്ച് പോയിന്റ്സ്. അപ്പൊ നിങ്ങളുടെ സജഷൻസ് ആൻഡ് ഒപ്പീനിയൻസ് അബൌട്ട് ഇങ്ങനെയുള്ള ഷോസിനെ പറ്റിയിട്ട് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും ഷെയർ ചെയ്യുക. സോ താങ്ക് യു ഫോർ യുവർ ടൈം ഹിയർ ആൻഡ് ബൈ.